ഇടുക്കിയിലെ വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചാവാൻ കാരണം ഹൈഡ്രോസൈനിക് ആസിഡ് ആണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. ഇത് കപ്പയുടെ തൊലിയിൽ നിന്നാണ് പശുവിന്റെ ഉള്ളിൽ ചെന്നുള്ളതാണ് സ്ഥിരീകരണം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള പുരസ്കാരം നേടിയ മാത്യുവും സഹോദരൻ ജോർജും വളർത്തിയിരുന്ന പശുക്കളാണ് ചത്തത്. ചെറുപ്രായത്തിൽ തന്നെ മികച്ച ക്ഷീര കർഷകനായി പേരെടുത്ത വിദ്യാർത്ഥികളാണ് കിഴക്കേപ്പറമ്പിൽ ബെന്നിയുടെ മക്കളായ മാത്യുവും ജോർജും. ഇരുവരും ചേർന്ന് 22 പശുക്കളെയായിരുന്നു വളർത്തിയിരുന്നത്. ഇതിൽ 13 എണ്ണമാണ് ഇന്നലെ ചത്തത്. 5 എണ്ണത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാണ്. സമീപത്തെ കപ്പ ഉണക്ക് കേന്ദ്രത്തിൽ നിന്ന് കപ്പയുടെ തൊലി പശുക്കൾക്ക് വാങ്ങി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പശുക്കൾ തളർന്നു വീഴുകയായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി വന്നപ്പം എല്ലാ പശുക്കളും പയ്യെ കിടന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ കാല് തന്നെ തുടങ്ങി. പിന്നെ പയ്യെ ഓരോന്നോരോന്നായി തൊഴുത്തിലേക്ക് വീണു. പിന്നെ അവിടെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് വയർക്ക് വീർത്തു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു, നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ മമ്മൂക്ക വരണ്ട, നാളെ എബ്രഹാം മസ്ലിന്റെ ഫംഗ്ഷൻ ഇല്ല, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെച്ചിരുന്ന 5 ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാ പശുക്കൾ പോയതെന്നൊക്കെ ഇത്രയും നേരം എന്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ, മമ്മൂട്ടി ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ അങ്ങനെ 2 പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 50,000 രൂപ ഒരു പശുവിനാവും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 പശുക്കൾ എന്റെ വക കൊടുത്തേക്കണം, ഞാൻ ഇപ്പൊ ഒരു ആള് വഴി തൊടുവഴിയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ. മമ്മൂട്ടി അങ്ങനെ ഒരു 1 ലക്ഷം രൂപ കൊടുത്തയച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ 100 കണക്കിന് പശുക്കളുള്ള ഒരു വലിയ ആലയം പണിതെടുക്കാൻ പറ്റും. നോക്കിക്കാം, അത് 2024 സാധിക്കും. ആണോ? ശരി, അതാണ് പൃഥ്വിരാജ് നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നാണ്. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് 2 ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ആര് വശമെങ്കിൽ ഇന്ന് തന്നെ കൊടുത്തയക്കരുത്. നല്ല മനസ്സുകൾക്ക് ഒരുപാട് സന്തോഷം. ഇത് എന്നിലൂടെ ഇവിടെ വന്ന് തരാൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം. സ്വന്തം കണ്ണുമുന്നിൽ തന്നെ 13-ലേറെ പശുക്കൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ട് 5 പശുക്കൾക്കോളം സീരിയസ് ആയിട്ട് കിടക്കുകയും ചെയ്യാണ്. ആ സമയത്ത് തന്നെ ഇതുപോലൊരു സഹായം എത്തിക്കാൻ മനസ്സ് കാണിച്ച് ആ കുട്ടികൾക്ക് ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് തന്നെ അവർക്ക് അർഹിച്ച സഹായഹസ്തവുമായി എത്തിയ നൽകാനുള്ള മനസ്സ് കാണിച്ച ജയറാമേട്ടനും മമ്മൂക്കയ്ക്കും പൃഥ്വിരാജിനും ബിഗ് സല്യൂട്ട്. ഓമനിച്ച് വളർത്തുകയും ലാളിച്ച് വളർത്തുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ആദായമൊക്കെ ശരിക്കും ഉള്ള ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണുമുന്നിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ ആർക്കായാലും താങ്ങാൻ പറ്റില്ല, താങ്ങാവുന്നതിനപ്പുറമായിരിക്കും അത്. ആ സമയത്ത് തന്നെ ഇത്രയും വലിയൊരു സഹായ ഹസ്തവുമായിട്ട് വരാൻ മനസ്സ് കാണിച്ച് ആ കുഞ്ഞുങ്ങൾക്കുണ്ടായ വലിയ നഷ്ടം ഇതിലൂടെ നികത്താൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യം വേറെ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.